കാവ്യം ഇന്ന് അവതരിപ്പിക്കുന്നത് ശ്രീ കുളക്കുന്നത്ത് രാമൻ മേനോന്റെ വിജയവഴികൾ. അദ്ദേഹം വെട്ടിത്തെളിച്ച പാതയിൽ ശ്രീരാമകൃഷ്ണ, വിവേകാനന്ദ, നിർമ്മലാനന്ദ സ്വാമികളുടെ സ്വാധീനം എത്രത്തോളം ഉണ്ടെന്ന് അന്വേഷിക്കുകയാണ് ശ്രീ രാജീവ് ഇരിഞ്ഞാലക്കുട. കേരളത്തിലെ ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തിന്റെ പ്രാരംഭകാലത്ത് നിസ്വാർത്ഥമായി സാഹിത്യ സേവനം അനുഷ്ഠിച്ച മഹത് വ്യക്തികളിൽ ഒരാളാണ് കുളക്കുന്നത്ത് രാമൻ മേനോൻ. ശ്രീരാമകൃഷ്ണ വിവേകാനന്ദ സാഹിത്യം പ്രചരിപ്പിക്കുവാൻ കൊല്ലത്ത് മുൻകൈയെടുത്തത് വിദ്യാഭിവർദ്ധിനിയാണെങ്കിൽ തിരുവനന്തപുരത്ത് നേതൃത്വം നൽകിയത് ഭാഷാഭിവർദ്ധിനി ബുക്ക് ഡിപ്പോയും കമലാലയം പ്രിന്റിംഗ് പ്രസ്സുമായിരുന്നു. ഇവയുടെ ഉടമസ്ഥനായിരുന്ന കുളക്കുന്നത്ത് രാമൻ മേനോൻ 1826 ജനിച്ചു. 1925 നിര്യാതനായി. മായന്നൂർ എന്ന ഭാരതപ്പുഴയുടെ തീരത്തുള്ള ഗ്രാമത്തിലാണ് കുളക്കുന്നത്ത് രാമൻ മേനോൻ ജനിച്ചത്. തിരുവല്ലുവാമല സ്കൂളിലും ഒറ്റപ്പാലത്തും പഠനം. അദ്ദേഹത്തെക്കുറിച്ച് മരുമകനായിരുന്ന ശ്രീ KN വിജയഗോപാല മേനോൻ ഇപ്രകാരം പറയുന്നു: 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് തൃശ്ശൂരിലെ മായന്നൂർക്കാരനായ കുളക്കുന്നത്ത് KS രാമൻ മേനോൻ എന്ന എൻ്റെ വല്യമ്മാവൻ ചാല സ്കൂളിൽ അധ്യാപകനായി തിരുവനന്തപുരത്ത് എത്തുന്നത്. ഞങ്ങളുടെ അമ്മയുടെ അമ്മാവൻ ആയിരുന്നു അദ്ദേഹം. ആദ്യമായി അദ്ദേഹം നേരിട്ട പ്രശ്നം പഠിപ്പിക്കാൻ നിശ്ചിതമായ പാഠപുസ്തകങ്ങളിൽ ഇല്ല എന്നുള്ളതായിരുന്നു. പ്രശ്നപരിഹാരത്തിനായി അദ്ദേഹം AR രാജരാജവർമ്മയെ സമീപിച്ചു. പുസ്തക പ്രസാധനത്തിൽ തനിക്ക് താൽപ്പര്യമുണ്ടെന്നും പാഠപുസ്തകങ്ങളുടെ അഭാവം വിദ്യാഭ്യാസത്തിന് ദോഷകരമാണെന്നും മേനോൻ രാജരാജവർമ്മയെ ധരിപ്പിച്ചു. പ്രശ്നത്തിൻ്റെ ഗൗരവത്തെപ്പറ്റി ബോധവാനാണെന്നും അതിനാൽ തുടക്കമെന്ന നിലയിൽ തൻ്റെ മധ്യമ വ്യാകരണം പ്രസിദ്ധീകരിക്കുവാൻ അനുവദിക്കുന്നു എന്നും അറിയിച്ചുകൊണ്ട് അതിൻ്റെ കൈയെഴുത്ത് പ്രതി മേനോന് AR രാജരാജവർമ്മ മാറി. തുടർന്ന് ഭാഷാഭിവർദ്ധിനി ബുക്ക് ഡിപ്പോ എന്ന പ്രസാധക സ്ഥാപനം ആരംഭിച്ച് മധ്യമ വ്യാകരണം പാഠപുസ്തകമായി പ്രസാധനം ചെയ്തു. ഇത് 1903 ആയിരുന്നു. പിൽക്കാലത്ത് ഈ സ്ഥാപനം BB ബുക്ക് ഡിപ്പോ എന്ന് അറിയപ്പെട്ടു. രാമൻ മേനോൻ തന്നെ മധ്യമ വ്യാകരണം സ്കൂളുകളിൽ കൊണ്ടുപോയി വിൽപ്പന നടത്തി. ഇതിൽ നിന്നും കിട്ടിയ പണം മുഴുവൻ ഒരു കുട്ടിച്ചാക്കിലാക്കി ARന് സമർപ്പിച്ചു. ചാക്ക് കണ്ട് അതെന്താണെന്ന് ചോദിച്ചതിന് ഇത് അവിടുത്തെ പുസ്തകം വിറ്റ് കിട്ടിയ പണമാണെന്ന് മേനോൻ മറുപടി നൽകി. ഓ, അപ്പോൾ പുസ്തകങ്ങൾ എഴുതാം, വിറ്റാൽ പണം കിട്ടും അല്ലേ എന്നായിരുന്നു ARൻ്റെ പ്രതികരണം. ഈ പണം മൂലധനമായി എടുത്ത് ഇനിയും പുസ്തകങ്ങൾ പ്രസാധനം ചെയ്യുക. അമ്മാവൻ്റെയും, അതായത് കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ, കൊച്ചിയിലെ രാമവർമ്മ അപ്പൻ തമ്പുരാൻ്റെയും പുസ്തകങ്ങൾ ഏർപ്പാടാക്കിത്തരാം AR പറഞ്ഞു. അവിടെയാണ് കേരള സാംസ്കാരിക ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിയ BB ബുക്ക് ഡിപ്പോയും സഹോദര സ്ഥാപനമായ കമലാലയ പ്രിന്റിംഗ് പ്രസ് ആൻഡ് ബുക്ക് ഡിപ്പോയുടെയും തുടക്കം. കമലാലയയുടെ തുടർന്നുള്ള വളർച്ചയും അസൂയാവഹമായിരുന്നു. പാഠപുസ്തകങ്ങളുടെ കുത്തക അവർക്കായിരുന്നു. അത് സാംസ്കാരികമായും സാമ്പത്തികമായും കുളക്കുന്നത്ത് കുടുംബത്തിന് വലിയ നേട്ടം ഉണ്ടാക്കിത്തന്നു. AR കോയിത്തമ്പുരാൻ, അപ്പൻ തമ്പുരാൻ, ആശാൻ, ഉള്ളൂർ, CB രാമൻപിള്ള, തകഴി തുടങ്ങി ഒട്ടേറെ പേരുടെ പല കൃതികളും വെളിച്ചം കണ്ടത് ഞങ്ങളിലൂടെയാണ്. മധ്യമ വ്യാകരണത്തെ തുടർന്ന് ARൻ്റെ തന്നെ പ്രഥമ വ്യാകരണം, കേരള പാണിനീയം, ഭാഷാഭൂഷണം, വൃത്തമഞ്ജരി, ശബ്ദശോധിനി, മണിദീപിക തുടങ്ങിയവയും കേരളവർമ്മ 1 മുതൽ 8 വരെയുള്ള ക്ലാസുകൾക്കായി എഴുതിയ 8 ഭാഗങ്ങളുള്ള പദ്യപാഠാവലി, മയൂര സന്ദേശം, അഭിജ്ഞാന ശാകുന്തളം എന്നിവയും ഞങ്ങൾ പ്രസിദ്ധീകരിച്ചു. ഇതിനിടെ അപ്പൻ തമ്പുരാൻ്റെ ഭാസ്കര മേനോൻ എന്ന ഒരുപക്ഷെ മലയാളത്തിലെ ആദ്യത്തെ അപസർപ്പക നോവലും മേനോൻ പ്രസിദ്ധീകരിച്ചു. വമ്പിച്ച സാമ്പത്തിക നേട്ടം ഇത് കമലാലയയ്ക്ക് നൽകി. എഴുത്തുകാരൻ്റെ വിഹിതവുമായി ചെന്ന രാമൻ മേനോനിൽ നിന്നും ഒരു നാണയം പോലും അപ്പൻ തമ്പുരാൻ സ്വീകരിച്ചില്ല. ഇതെല്ലാം മേനോന് മാത്രം അർഹതപ്പെട്ടതാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്.
ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം കേരളത്തിൽ ആരംഭിച്ച കാലം മുതലേ ആ മഹാത്മാക്കളുടെ ചരിതങ്ങളും അവരുടെ സന്ദേശവും വരമൊഴിയിലൂടെ പ്രചരിപ്പിക്കുവാൻ പ്രയത്നിച്ചിട്ടുള്ള ഒരാളായിരുന്നു കുളക്കുന്നത്ത് രാമൻ മേനോൻ. കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ, കേരളപാണിനി AR രാജരാജവർമ്മ, CV രാമൻപിള്ള തുടങ്ങിയവരുടെ കൃതികൾ പ്രസിദ്ധീകരിച്ചിരുന്നത് ഇവിടെ നിന്നായിരുന്നു. കമലാലയ പ്രസിന്റെ ഒരു ശാഖ ഒറ്റപ്പാലത്തും പ്രവർത്തിച്ചിരുന്നു. തത്ഫലമായി ശ്രീരാമകൃഷ്ണ വിവേകാനന്ദ സാഹിത്യം വള്ളുവനാട്ടിലും വ്യാപിക്കുവാനിടയായി. കുളക്കുന്നത്ത് രാമൻ മേനോൻ സമദർശി എന്നൊരു പത്രം കുറച്ചുകാലം നടത്തിയിരുന്നു. കുടിയാൻ എന്ന മാസിക നടത്തിയിരുന്ന അഡ്വക്കേറ്റ് കുഞ്ഞിരാമപ്പതിയാർ കുറച്ചുകാലം സമദർശി മാസികയുടെ പത്രാധിപരായിരുന്നു. തുടർന്ന് അദ്ദേഹം മാതൃഭൂമി ദിനപത്രത്തിന്റെ പത്രാധിപരായി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. കുളക്കുന്നത്ത് രാമൻ മേനോന്റെ മരുമകനായ ശങ്കരമേനോനും അമ്മാവനിലൂടെ ശ്രീമദ് നിർമ്മലാനന്ദ സ്വാമികളെ പരിചയപ്പെടുകയും തുടർന്ന് അദ്ദേഹത്തിന്റെ ആത്മീയ പ്രഭാവലയത്തിൽ ആകൃഷ്ടനാവുകയും ചെയ്തു. അമ്മാവനും അനന്തരവനും ശ്രീരാമകൃഷ്ണ വിവേകാനന്ദ സാഹിത്യം പ്രചരിപ്പിക്കുന്നതിൽ ഒരുപോലെ ഉത്സുകരായിത്തീർന്നു. കുളക്കുന്നത്ത് രാമൻ മേനോന്റെ മരുമകനായിരുന്നു ശങ്കരമേനോൻ എന്ന് സൂചിപ്പിച്ചുവല്ലോ. തൃശൂർ ജില്ലയിലെ മായന്നൂരിൽ കുളക്കുന്നത്ത് വീട്ടിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. മാവത്ത് ശങ്കുമേനോന്റെയും കുളക്കുന്നത്ത് ലക്ഷ്മിക്കുട്ടിയമ്മയുടെയും ഏക ആൺസന്താനമായിരുന്നു ശങ്കരൻ. തിരുവില്ലാമല ഹൈസ്കൂളിലും തൃശൂർ സെന്റ് തോമസ് കോളേജിലും പഠനം പൂർത്തിയാക്കി കോയമ്പത്തൂരിലെ മെഡിക്കൽ കോളേജിൽ അദ്ദേഹം ചേർന്നു. എങ്കിലും പഠനം പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഇതിനകം പ്രസിദ്ധമായ കമലാലയം പ്രസ്സും കുടുംബവക ഭൂമിയുമെല്ലാം നോക്കി നടത്തുന്നതിനായാണ് പഠനം പാതി വഴിയിലാക്കി ശങ്കരമേനോൻ നാട്ടിലെത്തിയത്. തിരുവനന്തപുരത്ത് കമലാലയ പ്രസിന്റെ ഒരു ശാഖ ഭാഷാവിവർദ്ധിനി ബുക്ക് ഡിപ്പോ നോക്കി നടത്തുന്ന കാലത്താണ് ശങ്കരമേനോൻ നെട്ടയം ശ്രീരാമകൃഷ്ണാശ്രമവുമായി ബന്ധപ്പെടുന്നത്. നിർമ്മലാനന്ദ സ്വാമികളുടെ അസാമാന്യ വ്യക്തിത്വം കൂടുതൽ മനസ്സിലാക്കി രാമകൃഷ്ണ പ്രസ്ഥാനത്തിൽ കൂടുതൽ ആകൃഷ്ടനായ ശങ്കരമേനോൻ ക്രമേണ സന്യസിക്കാനുള്ള തന്റെ ആഗ്രഹം സ്വാമികളെ അറിയിച്ചു. എന്നാൽ 1935 മാത്രമാണ് സ്വാമികൾ അദ്ദേഹത്തിന് സന്യാസം നൽകിയത്. കാരണം ശങ്കരമേനോൻ ഗൃഹസ്ഥനായിരുന്നു. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മകന് നൽകിയ പേര് തന്നെ രാമകൃഷ്ണൻ എന്നായിരുന്നു. ഒറ്റപ്പാലം ശ്രീരാമകൃഷ്ണാശ്രമത്തിൽ തന്നോടൊപ്പം മക്കളും എന്തെങ്കിലും സേവനം ചെയ്യണമെന്നത് അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നു. സന്യാസം സ്വീകരിക്കുന്നതിനു മുൻപ് നിർമ്മലാനന്ദ സ്വാമികളോടൊത്ത് ബാംഗ്ലൂരിൽ കുറച്ചുകാലം അദ്ദേഹം സേവന നിരതനായി. സന്യാസത്തിനു ശേഷം പുതുക്കാട് ശ്രീരാമകൃഷ്ണാശ്രമത്തിന്റെ അധ്യക്ഷനായി. 1934 ആരംഭിച്ച ഈ ആശ്രമം അമലാനന്ദ സ്വാമികളുടെ കാലത്താണ് നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. 1964 പുതുക്കാട് ആശ്രമത്തിൽ നിന്നും ഒറ്റപ്പാലം രാമകൃഷ്ണാശ്രമത്തിലെത്തി. അവിടെ നിന്നും പൂർവാശ്രമത്തിലെ ഭവനത്തിനടുത്ത് നിർമ്മിച്ച യോഗോദ്യാനത്തിൽ കഴിഞ്ഞു. ബംഗാളിലെ കാങ്കൂർഘാച്ചിയിലുള്ള ആശ്രമത്തിന്റെ ഓർമ്മയ്ക്കായാണ് യോഗോദ്യാൻ എന്ന പേര് പുതിയ കെട്ടിടത്തിന് നൽകിയത്. അമ്മാവനായ കുളക്കുന്നത്ത് രാമൻ മേനോന്റെ പാത പിന്തുടർന്ന് ഒറ്റപ്പാലത്തും കമലാലയ പ്രസിന്റെ ഒരു ശാഖ അമലാനന്ദ സ്വാമികൾ ആരംഭിച്ചിരുന്നു. അക്കാലത്ത് പണ്ഡിറ്റ് ഗോപാലൻ നായരെ പോലുള്ള പണ്ഡിത ശ്രേഷ്ഠന്മാരുടെ പ്രൗഢോജ്വല പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു. നേരത്തെ തിരുവനന്തപുരത്ത് വെച്ച് കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ, AR രാജരാജവർമ്മ തുടങ്ങിയ മലയാള സാഹിത്യത്തിലെ മഹാരഥന്മാരുടെ പുസ്തകങ്ങൾ കുളക്കുന്നത്ത് രാമൻ മേനോന്റെ പാത പിന്തുടർന്ന് ശങ്കരമേനോൻ പ്രസിദ്ധീകരിച്ചിരുന്നു. എന്നാൽ സന്യാസിയായതിനു ശേഷം അദ്ദേഹം ആത്മീയ സാഹിത്യ പ്രചാരണത്തിനായി മാത്രമേ പരിശ്രമിച്ചുള്ളൂ. എങ്കിലും അത് വേണ്ടത്ര വിജയിച്ചില്ല. ഓട്ടൂരിന്റെ അവതാരികയോടെ വിമലാനന്ദ സ്വാമികളുടെ ജ്ഞാനപ്പാന വ്യാഖ്യാനം പുതുക്കാട് ആശ്രമാധ്യക്ഷനായിരിക്കുമ്പോൾ സ്വാമികൾ പ്രസിദ്ധീകരിച്ചു. ശ്രീരാമകൃഷ്ണ ഭക്തനായിരുന്നുവെങ്കിലും ഇതര ആത്മീയ സംരംഭങ്ങളുമായി സഹകരിക്കുവാൻ അമലാനന്ദ സ്വാമികൾക്ക് ഒരു വിഷമവും ഉണ്ടായിരുന്നില്ല. ഋഷികേശ് ശിവാനന്ദാശ്രമത്തിന്റെ ഡിവൈൻ ലൈഫ് സൊസൈറ്റിയുടെ ഒരു ശാഖ ഒറ്റപ്പാലം തോട്ടക്കാട്ടുകരയിൽ സ്വാമി ജ്ഞാനാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിന് കീഴിൽ ആരംഭിക്കുകയുണ്ടായി. ആ പ്രസ്ഥാനവുമായി അമലാനന്ദ സ്വാമികൾക്ക് അടുത്ത സൗഹൃദമുണ്ടായിരുന്നു. അമലാനന്ദ സ്വാമികൾ പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ മഠത്തിലെത്തി. 1984 വിഷുദിനത്തിലാണ് അമലാനന്ദ സ്വാമികൾ സമാധിയായത്. കുളക്കുന്നത്ത് രാമൻ മേനോൻ, അമലാനന്ദ സ്വാമികളും രാമകൃഷ്ണ പ്രസ്ഥാനത്തിന്റെ
ചരിത്രത്തിൽ വിസ്മൃതമായോ എന്നുള്ളത് ഒരു ചോദ്യമായി അവശേഷിക്കുന്നു. കുളക്കുന്നത്ത് രാമൻ മേനോൻ തന്റെ പുസ്തകങ്ങൾ ഏറെ പ്രസിദ്ധീകരിച്ചത് കേരളപാണിനി AR രാജരാജവർമ്മയുടേതായിരുന്നു. അതിൽ നിന്നും കിട്ടിയ ലാഭം അദ്ദേഹം നെട്ടയം ശ്രീരാമകൃഷ്ണാശ്രമത്തിന്റെ നിർമ്മാണത്തിൽ വിനിയോഗിക്കുകയുണ്ടായി. കൂടാതെ മായന്നൂരിൽ ഒരു വീട് പണിതപ്പോൾ അതിന് രാജരാജ വിലാസം എന്ന് പേരിടുകയുമുണ്ടായി. ആ ഗൃഹത്തിന്റെ പ്രവേശന കർമ്മത്തിൽ സാക്ഷാൽ കേരളപാണിനിയും സന്നിഹിതനായിരുന്നുവെന്നത് ചരിത്രമാണ്. ഇത്തരം ചരിത്ര വസ്തുതകൾ വിസ്മൃതമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നന്ദി, നമസ്കാരം.